ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 25, വിശുദ്ധ ഡെയ്ൻവെൻ. പ്രണയിനികളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ ഡെയ്ൻവെൻ. തങ്ങളുടെ പ്രണയം സഫലമാകുന്നതിനായി ഡെയ്ൻവെന്നിനോട് പ്രാർത്ഥിക്കുന്ന യുവതികൾ ഇന്നുമേറെയുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ വെയ്റ്റ്സ് ഭരിച്ചിരുന്ന ബ്രിജിൻ എന്ന രാജാവിന്റെ മകളായിരുന്നു സുന്ദരിയായ ഡെയ്ൻവെൻ. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ മോഹിച്ചു കഴിഞ്ഞിരുന്ന യുവാക്കൾ ഏറെയുണ്ടായിരുന്നു. പക്ഷേ യേശുവിന് വേണ്ടി മാത്രമായി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കണം എന്നായിരുന്നു അവൾ മോഹിച്ചിരുന്നത്. ഭക്തയും ദാനധർമ്മങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചവളുമായിരുന്ന ഡെയ്ൻവെന്നിനെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഡെയ്ൻവെൻ പ്രണയിനികളുടെ മധ്യസ്ഥയായി മാറിയതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഏറെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ബ്രിജാൻ രാജാവ് വലിയൊരു വിരുന്ന് നടത്തി. രാജാക്കന്മാരും രാജകുമാരന്മാരും ഉന്നതകുല ജാതരും മാത്രമുള്ള വിരുന്നിൽ ഡെയ്ൻവെനും പങ്കെടുത്തു. അവിടെ വിരുന്നിനെത്തിയ മിലൻ എന്നു പേരുള്ള പ്രഭുകുമാരൻ ഡെയ്ൻവെന്നിനെ കണ്ട മാത്രയിൽ തന്നെ പ്രണയിച്ചു. ഡെയ്ൻവെന്നിനും മിലനിനെ ഇഷ്ടമായി. മിലൻ അപ്പോൾ തന്നെ ബ്രിജാൻ രാജാവിനോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ രാജാവിന് മിലനെ ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം വിവാഹത്തിന് അനുമതി നൽകിയില്ല. മിലൻ തനിക്കൊപ്പം ഇറങ്ങി വരാൻ ഡെയ്ൻവെന്നിനെ നിർബന്ധിച്ചു. എന്നാൽ വിവാഹം കഴിക്കാതെ അയാൾക്കൊപ്പം പോകാൻ അവൾ തയ്യാറായില്ല. മാത്രമല്ല, ഒരു സന്യാസിനിയായി ജീവിക്കാനാണ് തന്റെ മോഹമെന്ന് അവൾ പറഞ്ഞു. നിരാശനായ മിലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഡെയ്ൻവെൻ ദുഃഖിതയായി. വിവാഹം അവൾ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും മിലനിനെ വേദനിപ്പിച്ചതിനാൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു. അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. മിലനിനെ കുറിച്ചുള്ള ചിന്തകൾ അലട്ടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി യാചിച്ചു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവൾക്കൊരു പാനീയം കൊടുത്തു. അവളും മിലനും അത് കുടിക്കുന്നതായും തക്ഷണം മിലൻ ഒരു വലിയ മഞ്ഞുകട്ടയായി മാറി. ഡെയ്ൻവെന്നിന് 3 വരങ്ങൾ മാലാഖ കൊടുത്തു. അവൾ അഭ്യർത്ഥിച്ച 3 വരങ്ങൾ ഇപ്രകാരമായിരുന്നു. ഒന്നാമത്തേത്, മിലനിനെ വീണ്ടും ഒരു മനുഷ്യനാക്കണം. രണ്ടാമത്തേത്, ലോകത്തുള്ള എല്ലാ കാമുകന്മാർക്കും സന്തോഷം നൽകണം. മൂന്നാമത്തേത്, തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവാനും അശുദ്ധ ചിന്തകളില്ലാതെ ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാനും കൃപയരുളണം. 3 വരങ്ങളും മാലാഖ നൽകി. ഡെയ്ൻവെൻ പിന്നീട് സുവിശേഷ പ്രാസംഗികയായി മാറി. വെയിൽസിൽ ഉടനീളം അവൾ യേശുവിന്റെ വചനം പ്രഘോഷിച്ചു. ഡെയ്ൻവെൻ സ്ഥാപിച്ച ദേവാലയത്തിലും ആശ്രമത്തിലും ഇന്നും നിരവധി കാമുകന്മാർ തങ്ങളുടെ പ്രണയം സഫലമാകുവാനുള്ള പ്രാർത്ഥനകളുമായി എത്താറുണ്ട്. ഡെയ്ൻവെന്നിന്റെ മധ്യസ്ഥ ദിനത്തിൽ കാമുകർക്ക് ആശംസാ കാർഡ് അയക്കുന്ന പതിവ് ഇപ്പോഴുമുണ്ട്. ഇന്നേ ദിവസം ഏതു സമയവും ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.